ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിന്നരെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം. നമസ്കാരം. ഇഞ്ചിയോണിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടങ്ങി. കാഞ്ചി വലിച്ച് ജിത്തൂറായി കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണം സഞ്ചിയിലാക്കി. അതോടെ നല്ല മൊഞ്ചുള്ള തുടക്കമാണ് നമുക്ക് കിട്ടിയത്. ഇനി 5-6 ഇഞ്ച് പിന്നോട്ട് പോകാം. ഇന്ത്യയുടെ ജേഴ്സി നെഞ്ചത്തിട്ട് കളത്തിലിറങ്ങാൻ ഇഞ്ചിഞ്ചായി പാടുപെടുന്നവർ ഒരുപാടാണല്ലോ. അപ്പോഴാണ് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ താല്പര്യമില്ലാതെ ചില പഞ്ചാര കുഞ്ചന്മാരും കുഞ്ചികളും തഞ്ചത്തിൽ പിന്മാറിയത്. അവർക്ക് വലുത് വ്യക്തിപരമായ നേട്ടമാണ്. ആദ്യം കൈകൊടുക്കേണ്ടത് റാഞ്ചിക്കാരൻ ധോണിക്കാണ്. കോടികൾ റാഞ്ചാൻ ബാറ്റിനോട് പഞ്ച് പിടിക്കുന്ന ധോണിയും പണത്തോട് പഞ്ചഗുസ്തി പിടിക്കുന്ന BCCIയും ചേർന്ന് ഏഷ്യൻ ഗെയിംസിന് ക്രിക്കറ്റ് ടീമിനെ അയക്കേണ്ടെന്ന് തീരുമാനിച്ചു. ടെന്നീസ് താരം ലിയാണ്ടർ പേസ് സ്ലോവായി. സോംദേവും ബൊപ്പണ്ണയും സ്വന്തം റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ തീരുമാനിച്ച് പിന്മാറി. സീൻ വഷളാകുമെന്ന് തിരിച്ചറിഞ്ഞ സാനിയ മിർസ മാത്രം ഇഞ്ചിയോണിലേക്കില്ലെന്ന തീരുമാനം തിരുത്തി. അല്ലെങ്കിലും TV-ക്ക് മുന്നിൽ രാജ്യം ജയിക്കുമോ എന്ന ആകാംക്ഷയിൽ ഇഞ്ചി കടിച്ചിരിക്കുന്ന നമ്മളാണല്ലോ വഞ്ചിതരാകുന്നത്. രാജ്യമല്ല വ്യക്തിയും പണവുമാണ് വലുതെന്ന് സ്വയം അഹങ്കരിക്കുന്ന താരങ്ങൾ ഒന്നോർത്താൽ നല്ലത്. കാലം ഇനിയും വരും, വിഷു വരും, വർഷം വരും, കഷ്ടകാലവും വരും. രാജ്യത്തിന് വേണ്ടി കളിക്കാൻ മനസ്സു കാണിക്കാത്ത ഇത്തരക്കാർക്കെതിരെ UAPA നിയമപ്രകാരം കേരള സർക്കാരെങ്കിലും കേസെടുക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. മദ്യം വർജിക്കണോ ഛർദ്ദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കുടിയന്മാരാണ്. ശരിക്കും മദ്യനിരോധനമാണോ മദ്യവർജനമാണോ വേണ്ടത്? ഉമ്മച്ചനോട് ചോദിച്ചാൽ മദ്യനിരോധനമെന്നും അച്ചുമ്മാനോട് ചോദിച്ചാൽ മദ്യവർജനമെന്നും ഉത്തരം കിട്ടും. കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നായ കുറ്റിബീഡി വർജിക്കണമെന്ന് പാർട്ടിയാണത്രേ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഭാവി തലമുറയ്ക്ക് മുന്നിൽ പ്രചരിപ്പിക്കാൻ ഇതിലും വലിയ പരസ്യം ഇനി വേണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഭിപ്രായം മദ്യനിരോധനം പാടില്ല, മദ്യവർജനമേ പാടുള്ളൂ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ക്രമേണ ജനങ്ങളെ ഉപദേശിച്ച് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സിഗരറ്റ് വലിയും പൊടി വലിയും, ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. എല്ലാം തന്നെ പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. ഉപദേശിച്ചും നിർദ്ദേശിച്ചും കുറേശ്ശെ ആ വലികൾ, സിഗരറ്റ് വലികൾ, പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഫലത്തിൽ നിർത്തലാക്കപ്പെട്ടു. അതേപോലെ തന്നെ മദ്യവർജനമാണ് നടത്തേണ്ടത്. ഉപദേശ നിർദ്ദേശങ്ങൾ കുടിയന്മാരെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് അത് ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അവസാനം ആത്യന്തികമായി വിജയം കൈവസമാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അതിനുള്ള ശ്രമം നടത്താതെ അതിസാഹസികമായി ചിലരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി മദ്യനിരോധനം എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ കൈയും കാലും വിട്ടടിക്കുകയാണ് മന്ത്രിയും കൂടെയുള്ള മന്ത്രിമാരും KPCCയും എല്ലാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. ബാറുകൾ പൂട്ടിയിട്ടും മദ്യമാണ് ഊർജമെന്ന് പറയുന്നവരാണ് അധികവും. അപ്പോൾ പിന്നെ ബാറുകൾ തുറന്നിട്ടാൽ മദ്യം വർജിക്കുന്നത് എങ്ങനെയാണോ ആവും? വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ
വിശാലവും വ്യത്യസ്തവുമായ ഒരു ഭാഷാ നിഘണ്ടു അവതരിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് കണ്ണൂരിലെ ജയരാജന്മാർ. അതിനുള്ള അവസാനവട്ട മിനുക്കുപണിയുടെ ചുമതല MV ജയിൽരാജനാണ്. പറഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഗവേഷണത്തിലാണ് MVJ എന്ന മുളകുവെള്ളം ജയരാജൻ. പിണറായിയുടെ പരനാറി ബാധയാണ് ഇപ്പോഴത്തെ പഠന വിഷയം. ഐക്യ കേരള പിറവിക്ക് ശേഷമുള്ള 5.5 ദശകത്തെ ചരിത്രത്തിനിടയിൽ ഇടതുപക്ഷവും വലതുപക്ഷത്തും ഇരുന്ന് ഈ നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടിയെ പോലെ മാറിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും. പരമാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? പരമാറി വേറിയുണ്ടോ? ആ വിമർശനത്തിലെ ഒരു വാക്ക് പരമാറി അടർത്തിയെടുക്കുന്നത് ശരിയാണോ? അതിന്റെ പേരിൽ ഒരു കോടതി അലക്ഷ്യ കേസ് വന്നാൽ എത്ര നാള് വേണമെങ്കിൽ ജയിലിൽ കിടക്കാം. ആ വാക്ക് ആരിലെങ്കിലും ദുഃഖമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു. ഇതുപോലൊരു ജനവിരുദ്ധൻ, ഇതുപോലൊരു കൊള്ളരുതാത്ത മുഖ്യമന്ത്രി പരമാറി. ആ വാക്ക് ആരിലെങ്കിലും ദുഃഖമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു. അവർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. സംസ്കാരം ഒരു സമൂഹത്തിന് എത്രമാത്രം പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നടത്തുന്ന ഭാഷാ പ്രയോഗത്തിൽ നിന്ന് തന്നെ കഴിയും. ഉദാഹരണത്തിന് സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരമാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കണക്ക്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിനും പ്രവർത്തനത്തിനും നമ്മുടെ വാക്കിനും നോക്കിനും ഒരു സാംസ്കാരികമായ തലം കൂടി കൊടുക്കാൻ, സാംസ്കാരികമായ ഉള്ളടക്കം കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിയെ പോലെ മാറിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും. പരമാറി. സംസ്കാരത്തിന്റെ കണ്ണാടിയിൽ നാം നമ്മുടെ പ്രതിഫലനം ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കേണ്ടതുണ്ട്. പരമാറി. നാടകമേ ഉലകം, നാടകമേ ഉലകം. ജയരാജന്മാർക്ക് പിൻഗാമികളെ തേടുകയാണ് പാർട്ടി. ഭാവിയിലും ഇമ്മാതിരി ചിലരുണ്ടെങ്കിലേ പാർട്ടിക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിന് പറ്റിയ ഒരു സഖാവിനെ നാടകമയുലകം കോഴിക്കോട്ട് കണ്ടെത്തി. പാർട്ടിയുടെ നന്മയ്ക്കായി ആ സഖാവിനെ കാട്ടിക്കൊടുക്കുന്നു. ഭാരതത്തിലെ പാർട്ടിയുടെ ഭാവി ഭാസുരമാക്കാനും ഭാഗധേയം നിർണ്ണയിക്കാനും ഇദ്ദേഹം മതിയാകുമോ എന്തോ. ഏതായാലും പാർട്ടിയുടെ ബാലപാഠത്തിൽ പ്രതിപാദിക്കും പോലെ പോലീസ് ഇദ്ദേഹത്തിന് പുല്ലാണ്. എല്ലാ കാലഘട്ടത്തിലും ഒരു സമാധാനപരമായ പ്രകടനം നടത്തി CPM-കാർ പിരിഞ്ഞു പോകുമെന്നുള്ള ധാരണ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ പോലീസ് മേധാവികൾക്കോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഞാൻ. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ തട്ടി ഉണർത്താൻ വേണ്ടി മെനക്കണത്. ബിനീഷ് എന്ന് പറയുന്ന പോലീസുകാരന്റെ നാട് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുട്ടികളുടെ നട്ടലിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായാൽ ബിനീഷിന് നട്ടലുണ്ടാവൂല. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ തട്ടി ഉണർത്താൻ വേണ്ടി മെനക്കണത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അവരുടെ വീട്ടിലൊക്കെ ഇതേമാതിരി പഠിക്കുന്ന മക്കളുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്തിറങ്ങാൻ. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ തട്ടി ഉണർത്താൻ വേണ്ടി മെനക്കണത്. നിങ്ങളുടെ വീട്ടിലൊന്നും അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ? അവരൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ വേറെ കച്ചവടത്തിന് പോകാനാണോ? ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ തട്ടി ഉണർത്താൻ വേണ്ടി മെനക്കണത്. യൂത്തന്മാരെ പോറ്റുന്ന ഈ മൂത്ത സഖാവ് നടപടിയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റാണ്. ഒരു വാചകത്തിൽ 5 വട്ടമെങ്കിലും നടപടി ആവശ്യപ്പെടും. പാർട്ടിയിൽ നടപടി നേരിട്ടിട്ടാണോ അതോ നടയടി കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല. അത്തരം നടപടികൾ എടുത്തിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവും. ആ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളെ സംബന്ധിച്ച് സമരമാർഗങ്ങളെ പറ്റി ആലോചിക്കേണ്ടി വരും. അത്തരം നടപടികൾ എടുത്തിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവും. ആ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടി
വെള്ളംകുടിയുടെ പേരിൽ കാണാതെ പോയത് കുടിവെള്ളത്തിൽ കാണാനായല്ലോ എന്ന സന്തോഷത്തിലാണ് കുറേ മദ്യദാഹികൾ. അതിൻ്റെ ആഹ്ലാദം മറച്ചുവെക്കാൻ അവർക്ക് മനസ്സില്ല. बार बार देखो हजार बार देखो कि देखने की चीज है हमारा दिल रुबा. डाले हो डाले हो डाले हो तुली डन 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 डन. ओ बार बार देखो हजार बार देखो ओ बार बार देखो हजार बार देखो. നമ്മുടെ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ബാറിലേക്കുള്ള വഴിയടച്ച് തങ്ങളെ പെരുവഴിയിലാക്കിയ സുധീരഗാന്ധിയോടുള്ള അമർഷം മറച്ചുവെക്കാനും ചിലർക്ക് മനസ്സില്ല. മദ്യം ജന്മാവകാശമാണെന്നും മദ്യനിരോധനം മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇക്കൂട്ടർ ശക്തിയുക്തം വാദിക്കുന്നു. പുതിയ മദ്യനയം, മദ്യരഹിത കേരളം. മദ്യനയം ഇത് എന്തൊരു നയം? ഇത് കൊച്ചു പിള്ളേർ പോലും ചോദിക്കും മദ്യനയം ഇതെന്തൊരു നയം? ഇത് മദ്യനയമാണ്. ഇത് എന്തൊരു നയം? ഇത് മദ്യം കേരളത്തിന്റെ സാമൂഹ്യ വിപത്തായി തുടരുന്നുവെന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. കേരളത്തിൽ ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം മതി. ആദ്യം ഇത് ജനാധിപത്യമാണോ ഏകാധിപത്യമാണോ? ഇത് ശരിക്കും പറഞ്ഞ ഏകാധിപത്യ. ഇത് നമ്മുടെ നാടിനെയും കുടുംബങ്ങളെയും വ്യക്തികളെയും പല രീതിയിൽ ബാധിക്കുന്നു. മദ്യം ഉപയോഗിക്കുന്നവർക്ക് ഇത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അല്ല ആരെങ്കിലും പറയട്ടെ, ഞങ്ങളുടെ മൗലികാവകാശം, ഞാൻ മദ്യം കുടിക്കുന്നവനാ, മദ്യം ഉപയോഗിക്കുന്നവർക്ക് മനുഷ്യാവകാശ ലംഘനം തന്നെയത്. മദ്യപ്രചരണ പരിപാടികളെ ഊർജിതമാക്കും. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അരി ഉപേക്ഷിച്ച് കോഴി വാങ്ങണമെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അരിവാൾ ഉപേക്ഷിച്ച് കോഴ വാങ്ങുകയും ചെയ്ത സി ദിവാകര സഖാവ് വല്ലാത്ത പൊല്ലാപ്പിലാണ്. ഒരു ദേശീയ നേതാവിനെ സംസ്ഥാന നേതൃത്വം പുറത്താക്കിയത് പോട്ടെ, സംസ്ഥാന തീരുമാനം ദേശീയ നേതൃത്വം അംഗീകരിക്കേണ്ട അവസ്ഥയിലുമായി. ഏതായാലും പാർട്ടിയെ ശുദ്ധീകരിക്കാനാണ് തീരുമാനം. ആ പ്രക്രിയയ്ക്ക് ഡൽഹിയിൽ തുടക്കമായി. പച്ച പിടിച്ച നാട്, പായൽ പിടിച്ച വീട്, പ്രാന്ത് പിടിച്ച പെയിന്റർ. Comrade Divakaran, who is a member of the National Council of the party, he submitted his resignation. കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എങ്ങും മാറി. മാറി, വമ്മ മാറി, പായൽ പോയി ഭംഗിയേറി. So the National Executive accepted his resignation. പായലേ വിട, പൂപ്പലേ വിട, എന്നേക്കും വിട. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് ഏത് എംപിക്കും MLAയ്ക്കും മന്ത്രിക്കും എന്തുമാകാം. ഉക്രൈനിൽ പക്ഷെ അങ്ങനെയല്ല. ജനങ്ങളെ സേവിച്ചില്ലെങ്കിൽ ദേ ഇങ്ങനെ ഇരിക്കും. An angry mob has thrown a Ukrainian MP into a skip outside the country's parliament in Kiev. A group of men were filmed shoving and pushing Vitaly Zuralski before grabbing him and throwing him headfirst into the bin filled with rubbish. They held him down, poured water on him and threw his briefcase and tires on him, hitting him in the face. The reason behind the attack remains unclear, but Zuralski became unpopular in January when he'd authorised a bill severely tightening restrictions on anti-government protesters. He was also behind a controversial bill criminalising libel, which was withdrawn amid widespread opposition. ഇന്നിത്രയും മതി. നാടകമേ ഉലകത്തിന് കരം കൂട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം.
ഇവയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നെ മേനികൾ